ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിയും ഇ ഡി പരിശോധിക്കുന്നു. അന്വേഷണം ഏറ്റെടുത്ത ഇ ഡി SITയോട് കൂടുതൽ രേഖകൾ തേടാൻ ഒരുങ്ങുകയാണ്. രേഖകൾ കൈമാറിയ ശേഷമുള്ള അന്വേഷണം, അതിൻ്റെ പുരോഗതി വിവരങ്ങളും ഇ ഡി വിലയിരുത്തും. SIT കൈമാറിയ രേഖകളുടെ പരിശോധന ഇ ഡി പൂർത്തിയാക്കുകയും ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, അടുത്ത കാലത്ത് നമ്മൾക്കറിയാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ശബരിമല കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാകാം എന്ന് കോടതി അനുമതി നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇ ഡി കൂടുതൽ കാര്യങ്ങൾ തേടുകയാണ്. ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി SIT മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കാൻ പോവുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ്, നേരത്തെ അന്വേഷണ സംഘത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിരവധി രേഖകളും അനുബന്ധമായ തെളിവുകളുമെല്ലാം തന്നെ SIT കൈമാറിയിരുന്നു. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഈ ഒരു തെളിവുകൾ കൈമാറുന്നത് വരെയുള്ള മൊഴികൾ, ഒപ്പം തന്നെ FIRന്റെ പകർപ്പുകൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ എന്നിവയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. എന്നാൽ അതിനും അപ്പുറം അന്വേഷണം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. SITയുടെ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിർണായകമായ അറസ്റ്റായിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ ഏറ്റവും നിർണായകമായ അറസ്റ്റിന് മുമ്പുള്ള മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യലിലെ വിവരങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് SITയുടെ നിലപാടുകൾ, അതിലെ വലിയ ഒരു അവ്യക്തത കാണാൻ കഴിയുമായിരുന്നു. നേരത്തെ ഹൈക്കോടതിയിൽ തന്ത്രിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടും, ഒപ്പം തന്നെ SIT പിന്നീട് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളും എല്ലാം തന്നെ തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടുതൽ വ്യക്തത വരുത്താനുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നതുകൊണ്ട് തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, തന്ത്രി എന്തെല്ലാം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളത്, അത് ഈ അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ സഹായകരമായതാണോ തുടങ്ങിയ കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയുടെ മൊഴി കൂടി ആവശ്യപ്പെടാൻ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ED കേസെടുത്തിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ സിമി IRSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അത്തരം നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇമെയിൽ വഴിയായിരിക്കും കൂടുതൽ രേഖകൾ, കൂടുതൽ മൊഴിപ്പകർപ്പുകൾ, പ്രത്യേകിച്ച് തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴിപ്പകർപ്പ് കൂടി തേടുക. കാരണം SIT നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, SIT കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ധാർമ്മികമായ ചില വീഴ്ചകൾ മാത്രമാണ് തന്ത്രിക്ക് പറ്റിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല, അതിന് ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല, ദേവന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് തുടർ നടപടികളിലേക്ക്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തില്ല, ആചാരപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തി എന്നതിനപ്പുറം നേരിട്ട് ഏതെങ്കിലും തരത്തിൽ തന്ത്രിക്ക് ഈ ഒരു സ്വർണ്ണ കവർച്ചയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, SITയെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഒരു പശ്ചാത്തലത്തിൽ തന്ത്രിയെ മാപ്പുസാക്ഷിയാക്കുന്നതടക്കമുള്ള നടപടികളെക്കുറിച്ച് കൂടി അന്വേഷണ സംഘം പരിശോധിക്കുകയും എല്ലാം ചെയ്യുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ED ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ മൊഴി വിശദമായി പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് SIT ഇങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് അതിൽ കൂടുതൽ കൃത്യത, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്, ഇതിൽ ഏതെങ്കിലും വിവരങ്ങൾ EDയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ പ്രതികൾ എല്ലാം തന്നെ അനധികൃത സ്വത്തുകൾ സമ്പാദിച്ചിട്ടുണ്ടോ, വിദേശത്ത് എവിടെയെങ്കിലും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ, രാജ്യത്തിന് അകത്ത് തന്നെ ബിനാമി പേരുകളിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. രാജ്യാന്തര കവർച്ചാ സംഘങ്ങളുമായി, പ്രത്യേകിച്ച് വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ഈ ഒരു മോഷണത്തിന്, ഇത്തരത്തിലുള്ള സ്വർണ്ണ കവർച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തമുണ്ടോ, അത്തരം ആളുകളുമായി ബന്ധമുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നു. EDയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ, അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് സഹായകരമാകുന്ന ഏതെങ്കിലും മൊഴികൾ, വിശദമായ മൊഴികൾ പരിശോധിക്കുമ്പോൾ EDക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് തന്ത്രിയുടെ മൊഴി പരിശോധിക്കുന്നതിലൂടെ ED വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും വിശദമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ SITക്ക് നൽകിയിരിക്കുന്ന മൊഴികളിൽ പണമിടപാടുകൾ സംബന്ധിച്ചോ, തൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവ സംബന്ധിച്ചോ ദുരൂഹമായ എന്തെങ്കിലും വിവരങ്ങളാണ് തന്ത്രി കൈമാറിയിട്ടുള്ളതെങ്കിൽ മാത്രമായിരിക്കും ED ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. എന്നാൽ ഇത് അനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ. അതായത് SIT ഇപ്പോൾ
എടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതേ ഘട്ടത്തിൽ തന്നെ ഒന്നാം ഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു പട്ടിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരശേഖരണം തന്നെ നടത്തിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കേസിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള ഈ സ്വർണ്ണ കവർച്ചയുടെ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുക എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിന് ശേഷം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും എ പത്മകുമാർ അടക്കം എൻ വാസു അടക്കം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഈ കേസിൽ ഉൾപ്പെട്ടുള്ള മറ്റ് ആളുകൾ, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ, അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുക. അതേ ഘട്ടത്തിൽ തന്നെ നിലവിൽ SIT കണ്ടെത്താത്ത നിർണായകമായ നിരവധി രേഖകളുണ്ട്. പ്രാഥമികമായി ശേഖരിക്കേണ്ട മുഴുവൻ അന്വേഷണ വിവരങ്ങളും ശേഖരിച്ചല്ല SIT ഈ ഒരു അന്വേഷണത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ വിമർശനങ്ങൾക്ക് പല ഘട്ടങ്ങളിലും പാത്രമാകേണ്ടി വന്നത് എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നുള്ള അന്വേഷണം നടത്തും. ED നിലവിൽ SIT കണ്ടെത്താത്ത രേഖകൾ കണ്ടെത്താനുള്ള പരിശോധനകൾ, വ്യാപകമായ അത്തരം വിവിധ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്കെല്ലാം തന്നെയായിരിക്കും EDയുടെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തുടക്കം. സ്വർണ്ണക്കവർച്ച കേസിൽ EDയും അതിൻ്റെ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. SITയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആരായും തന്ത്രിയുടെ മൊഴി അടക്കമുള്ള വിശദാംശങ്ങൾ ED പരിശോധിക്കാൻ പോവുകയാണ്. അതോടുകൂടി ശബരിമല കേസിൽ നിർണായകമായ വഴിത്തിരിവ് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.